മുംബൈ ഇന്ത്യൻസ് അന്ത പേരിലൊരു ഗത്തിരിക്ക്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് എതിരാളികളില്ലാതെ IPL രാജാക്കന്മാരായി ഭരിക്കുമ്പോൾ അവരുടെ കസേര കുലുക്കിയത് മുംബൈയാണ്. സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ ടീമായിരുന്നതിനാൽ തന്നെ ആദ്യ സീസൺ മുതലേ മുംബൈക്ക് വലിയ ആരാധകരുണ്ട്. പക്ഷേ ആ ടീമിനെ ഒരു ചാമ്പ്യൻ ടീമാക്കുന്നത് മറ്റൊരാളാണ്. ഡെക്കാൻ ചാർജേഴ്സിൽ നിന്നും വന്ന രോഹിത് ഗുരുനാഥ് ശർമ്മ. 2013 സീസൺ പാതിയിലിരിക്കെ റിക്കി പോണ്ടിങ്ങിൽ നിന്നും ക്യാപ്റ്റൻസി ഏറ്റെടുത്ത രോഹിത് ആദ്യ സീസണിൽ തന്നെ മുംബൈയെ കിരീടമണിയിച്ചു. ഫൈനലിൽ തോൽപ്പിച്ചത് മറ്റാരെയുമല്ല, ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്നെ. പിന്നീടങ്ങോട്ട് മുംബൈയുടെ സുവർണകാലമായിരുന്നു. 2013 മുതൽ 2020 വരെയുള്ള വർഷങ്ങളെ മുംബൈയുടെ ഗോൾഡൻ പീരീഡ് എന്ന് നിസ്സംശയമായി വിളിക്കാം. കാരണം 5 കിരീടങ്ങളാണ് മുംബൈയുടെ അലമാരയിലെത്തിയത്, കൂടെ ഒരു ചാമ്പ്യൻസ് ലീഗ് T20 കിരീടവും. ഈ 5 കിരീടങ്ങൾ ആരാധകർക്ക് വെറുമൊരു ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല, ഒരു ഇമോഷൻ കൂടിയായിരുന്നു. കാരണം തോറ്റുന്നുറപ്പിച്ചെടുത്തു നിന്നാണ് പല സീസണുകളും അവർ തിരിച്ചു പിടിച്ചത്. തോറ്റെടുത്തു നിന്നും കംബാക്കുകൾ നടത്തി വിജയിച്ച ഫൈനലുകൾ വേറെയുമുണ്ട്. മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിൻ്റെ പീക്ക് പെർഫോമൻസ് കണ്ട സീസണായിരുന്നു 2020. ലീഗ് ഘട്ടത്തിൽ ഒന്നാമന്മാരായി അവർ കപ്പടിക്കുമെന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് അന്നവർ ആ കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് മുംബൈയുടെ വനവാസമായിരുന്നു. അതിനുശേഷം 5 സീസണുകൾ പിന്നിട്ടു. 6ാമത്തെ സീസണാണിത്. ഇതിനിടയിൽ ഒരു സീസണിൽ പോലും അവർ പോയ കാലത്തെ മുംബൈ ആയതേയില്ല. ഈ സീസണിൽ 4 മത്സരങ്ങളെ ആയിട്ടുള്ളൂ. ജയിച്ചത് ഒരു മത്സരം മാത്രം. വിജയിച്ചതാകട്ടെ ഇതുവരെ ഒരു വിജയം പോലുമില്ലാത്ത കൊൽക്കത്തയ്ക്കെതിരെ. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് നിലവിൽ മുംബൈ കംബാക്കുകൾക്ക് ശേഷിയുള്ളവരാണ് എന്ന് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. പോയ സീസണിലും ഇതുപോലൊരു സിറ്റുവേഷനിൽ നിന്നും പൊരുതിക്കയറിയവരാണ് അവരെന്ന വസ്തുതയും നിലനിൽക്കുന്നു. പക്ഷേ ഈ ടീമിൽ നിന്നും ആരാധകർ ഇതിലുമപ്പുറം പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് വസ്തുത. ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ് എന്നീ 4 പേരും ഇന്ത്യൻ ടീമിൻ്റെ നട്ടെല്ലുകളാണ്. കൂടെ രോഹിത് ശർമ്മ, നമൻധീർ എന്നീ 2 പേർ, മിച്ചൽ സാൻഡർ, ട്രെന്റ് ബോൾട്ട്, ഷെർഫേൻ റദർഫോർഡ്, റയാൻ റിക്കൽട്ടൺ എന്നീ വിദേശ താരങ്ങളും മോശക്കാരല്ല. വിൽ ജാക്സനെ പോലുള്ളവർ പുറത്തും നിൽക്കുന്നു. എന്നിട്ടും എന്താണ് മുംബൈക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്വാഭാവികമായും തോൽവിയോടെ വിരലുകളെല്ലാം ചൂണ്ടുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരെ തന്നെയാണ്. 2024 വലിയ വിവാദങ്ങൾക്കും ടീമിലെ അസ്വാരസ്യങ്ങൾക്കും പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി കാരണമായിരുന്നു. തങ്ങളുടെ എല്ലാമായ രോഹിതിനെ മാറ്റിയത് അവർക്ക് ഉൾക്കൊള്ളാനായില്ല. പോയ സീസണിൻ്റെ ആരംഭത്തിലും പാണ്ഡ്യക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തുടർ ജയങ്ങൾ നേടി പ്ലേ ഓഫിലേക്ക് മുന്നേറിയതോടെ അതെല്ലാം മാറി. ഈ സീസണിൽ RCBയോട് വാങ്കഡയിലേറ്റ തോൽവിയോടെ പാണ്ഡ്യ വീണ്ടും പ്രതിക്കൂട്ടിലാണ്. മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണം പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണെന്നാണ് അശ്വിൻ പറയുന്നത്. അതിനായി ഏറ്റവും വലിയ കാരണമായി പറയുന്നത് രജത് പട്ടിദാർക്ക് നേരെ സ്പിന്നറായ മായങ്ക് മാർക്കണ്ഡെ അയച്ചതാണ്. ഓൾറെഡി സ്പിന്നിനെ തുണക്കാത്ത പിച്ചാണെന്ന് അറിവായിട്ടും സ്പിന്നർക്കെതിരെ മികച്ച റെക്കോർഡുള്ള പാട്ടിദാർക്കെതിരെ മാർക്കണ്ഡെ അയച്ചത് മണ്ടത്തരമായാണ് പൊതുവെ വിലയിരുത്തുന്നത്. മുൻ ഇന്ത്യൻ താരമായ സദ്ഗോപൻ രമേശും പാണ്ഡ്യയെ രൂക്ഷമായാണ് വിമർശിക്കുന്നത്. മുംബൈയുടെ ഒരേയൊരു പ്രശ്നം പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മാത്രമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കൂടാതെ ബുംറയെ ഉപയോഗപ്പെടുത്തിയ രീതി, 2 എൻഡിലും സ്പിന്നർമാരെ എറിയിച്ചത് എന്നിവയിലും അദ്ദേഹത്തെ വിമർശിക്കുന്നു. മറ്റൊന്ന് റിവ്യൂ തീരുമാനങ്ങളാണ്. ടിം ഡേവിഡിനെതിരെ ഫുൾ ടോസ് പന്തിൽ എടുത്ത റിവ്യൂ അനാവശ്യമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ ഹാർദിക് പാണ്ഡ്യയുടെ പല തീരുമാനങ്ങളോടും രോഹിത് ശർമ്മയ്ക്ക് യോജിപ്പില്ലെന്നത് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും മികച്ചൊരു ടീമുള്ളപ്പോൾ ഹാർദിക് ഒരു മികച്ച ക്യാപ്റ്റനായി തിളങ്ങേണ്ട കാര്യമില്ല. പകരം ഇത്തരം വലിയ മണ്ടത്തരങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതിയെന്നും രമേശ് കടന്നാക്രമിച്ചു. ഓഫ് കോഴ്സ് തോൽവികളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ പാണ്ഡ്യയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടാകും. എന്നാൽ തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പാണ്ഡ്യയ്ക്ക് മാത്രം കൊടുക്കണോ എന്ന ചോദ്യമുണ്ട്. കാരണം പാണ്ഡ്യ വരുന്നതിന് മുമ്പുള്ള 3 സീസണുകളിൽ രോഹിതിൻ്റെ ട്രാക്ക് റെക്കോർഡും മോശമായിരുന്നു. അങ്ങനെയാണ് ഗുജറാത്തിനെ ചാമ്പ്യനാക്കിയ ക്യാപ്റ്റൻ എന്ന പകിട്ടോടെ പാണ്ഡ്യ മുംബൈയിലെത്തുന്നത്. ESPN ക്രിക്കിൻഫോ മുംബൈയുടെ തോൽവി പാണ്ഡ്യയുടെ മാത്രം തെറ്റല്ല എന്ന തരത്തിലുള്ള സൂചനകളും നൽകുന്നുണ്ട്. അതിലവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് മുംബൈയുടെ പവർ പ്ലേ സ്കോറിംഗ് ആണ്. 2025 സീസൺ മുതൽ പവർ പ്ലേയിൽ 37 തവണ ടീമുകൾ 70+ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുംബൈ 2 തവണ മാത്രമാണ് 70+ നേടിയിട്ടുള്ളത്. ക്രിക്കിൻഫോ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന് മുംബൈ താരങ്ങളുടെ പ്രായമാണ്. ടീമിലെ ഏതാണ്ട് എല്ലാവരും 30+ ആണ്. ബാറ്റിങ്ങിലെ നിർണായക സാന്നിധ്യങ്ങളും ഷർദുലും ബോൾട്ടും അടക്കമുള്ള പേസ് ബോളർമാരുമെല്ലാം 30+ തന്നെ. അഥവാ മുംബൈ ഒരു ലോങ് ടൈം പ്രൊജക്റ്റിന് തുനിയണമെന്നാണ് ക്രിക്കിൻഫോ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു ഘട്ടത്തിൽ സംഭവിച്ച അതേ പ്രായക്കൂടുതലാണ് മുംബൈയെയും തളർത്തുന്നത് എന്നാണ് ക്രിക്കിൻഫോ വിലയിരുത്തുന്നത്. മറ്റൊന്ന് ചർച്ച ചെയ്യേണ്ടത് ജസ്പ്രീത് ബുംറയെക്കുറിച്ചാണ്. മുംബൈയെ ചാമ്പ്യൻ ടീമാക്കി മാറ്റിയതിൽ ഏറ്റവും നിർണായകമായ പങ്ക് ബുംറയ്ക്ക് തന്നെയാണ്. ഈ സീസണിൽ 4 മത്സരങ്ങളിൽ പന്തെറിഞ്ഞ ബുംറയ്ക്ക് ഇതുവരെയും ഒരു വിക്കറ്റ് പോലും ലഭിച്ചിട്ടില്ല. എക്കോണമി 8.20. മറ്റ് ബോളർമാരെ വെച്ച് നോക്കുമ്പോൾ തല്ലുകൊള്ളുന്നത് ഭേദമാണെങ്കിലും ബുംറ തൻ്റെ പ്രതാപകാലത്തല്ലെന്ന് വ്യക്തം. ബുംറയുടെ ഫോമില്ലായ്മയേക്കാൾ മുംബൈയെ വലക്കുന്നത് കൂടെ നിൽക്കാൻ മറ്റൊരാളില്ലാത്തതാണ്.
കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ബുംറയെ മാത്രം ആശ്രയിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് പാണ്ഡ്യ തുറന്നു പറഞ്ഞിരുന്നു. ബുംറ മലിംഗ അല്ലെങ്കിൽ ബുംറ ബോൾട്ട് സഖ്യമായിരുന്നു മുംബൈ വിജയങ്ങളുടെ ആണിക്കൽ. ബോൾട്ട് ഇപ്പോഴും ടീമിലുണ്ടെങ്കിൽ 36-കാരനായ ബോൾട്ട് പോയ കാലത്തെ ബോൾട്ടല്ല. ബോൾട്ടിൻ്റെ ഈ സീസണിലെ എക്കോണമി 12-ന് മുകളിലാണ്. നേടിയതോ ഒരേ ഒരു വിക്കറ്റും. മുംബൈയുടെ മറ്റൊരു പ്രധാന പ്രശ്നമായി പറയപ്പെടുന്നത് സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യമാണ്. രോഹിത്, ബുംറ, സൂര്യകുമാർ, പാണ്ഡ്യ തുടങ്ങിയ സൂപ്പർ താരങ്ങളുള്ളതിനാൽ ലളിത്തിൽ വലിയ തുക ചെലവിടാനാകുന്നില്ല. പോയ സീസണിൽ വെറും 2.75 കോടി മാത്രമാണ് അവർക്ക് ചെലവിടാനായത്. കൂടാതെ ക്യാപ്റ്റൻസിക്ക് പോകുന്ന ഒന്നിലേറെ താരങ്ങളുള്ളതും കൊള്ളാവുന്ന ഇന്ത്യൻ സ്പിന്നർ ഇല്ലാത്തതുമെല്ലാം മുംബൈക്ക് പ്രശ്നമാണ്. മുംബൈ മുമ്പ് വിട്ടുകളഞ്ഞ ടിം ഡേവിഡും ഇഷാൻ കിഷനുമെല്ലാം മറ്റു ടീമുകളിൽ തകർത്തടിക്കുന്നതും കാണുന്നു. കീറൻ പൊള്ളാർഡിനൊരു പകരക്കാരനില്ലാത്ത വിഷയം നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. ഷെർഫേൻ റദർഫോർഡാണ് മുംബൈ ആ സ്ഥാനത്തേക്ക് പ്രതീക്ഷ വെക്കുന്ന പുതിയ ആൾ. സീസൺ ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. കൊള്ളാവുന്ന ലൈനപ്പ് മുംബൈക്ക് ഇനിയുമുണ്ട്. ഈ സീസണ് കൂടി ശുഭപര്യവസാനമില്ലെങ്കിൽ മുംബൈ മാറി ചിന്തിക്കുമെന്ന് ഉറപ്പാണ്.